നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ എപ്പിസോഡ് പ്ലസ് ലൈവിൽ നടന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ യൂഷ്വൽ വീഡിയോ നമ്മൾ 2-3 പ്രാവശ്യം ഇപ്പോൾ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത് എന്തോ ഇൻട്രോയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുന്ന ഇത് ഫാമിലി വന്ന കാര്യം, ജിൻഡോയുടെ ഫാമിലി, നന്ദനയുടെ ഫാമിലി. ഓക്കെ, ഈ ഫാമിലി വരുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒരുവിധം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ ആദ്യം 1-2 കാര്യം ആദ്യം പറയാണ്ട് അല്ലെ വിധം, അതാണ് പറഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളെ റിവ്യൂയിലേക്ക് കിടക്കാം. ഫാമിലി വന്നിട്ട് റിവ്യൂ പറയാൻ മാത്രമില്ല, ഇവര് വന്നു സംസാരിക്കുന്നു, നമുക്ക് ലൈവ് ശരിക്കും ബോറടിക്കും, കുറെ നേരം വല്ലാണ്ട് ബോറടിക്കും. കാരണം പിന്നെ അങ്ങനെ രസകരമായിട്ട് സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു കണ്ടന്റോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇവർ കുറെ സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് അമ്മയും കുട്ടികളും ചേച്ചിക്ക് കണ്ടതിന്റെ സന്തോഷം, അത് പിന്നെ ജിൻഡോന്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ബോറടിയാ. കാരണം ഇവരെന്തൊക്കെയോ സംസാരിച്ചിരിക്കും. പക്ഷെ ജിൻഡോന്റെ അച്ഛൻ നന്നായി പാട്ട് പാടിട്ടോ, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല. ഈ പാരന്റ്സ് വരുന്ന എപ്പിസോഡ് ഭയങ്കര സത്യം പറയുകയാണെങ്കിൽ വലിയ രസമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇതൊന്നുമില്ല. അപ്പൊ ഇന്ന് പക്ഷെ അതിന്റെ ഇടയിൽ അത് പറയൂ. അല്ല, നമ്മളെന്താ പറയാ, നമ്മൾ 2 കാര്യമാണ് മെയിനായിട്ട് ഇതിൽ ഡിസ്കഷൻ വിചാരിച്ചത്. ഒന്ന്, ജാസ്മിനും ജിൻഡോ തമ്മിലുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, രണ്ടാമത്തത് ഇന്നൊരു റൂമർ പോലെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് റിവ്യൂവേഴ്സ് പറയുന്നുണ്ട്, ഇതുപോലെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവർ പറയുന്നുണ്ട് ജാസ്മിനും അപ്സരയും തമ്മിൽ അടി നടത്തുന്നുണ്ട്. ഈ 2 കാര്യമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഫസ്റ്റ് ജാസ്മിൻ്റെയും ജിൻഡോൻ്റെ ഇഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ പറഞ്ഞത് എന്താണെന്ന് എക്സാക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ ജിൻഡോ പറഞ്ഞത് ഇതാണെന്നുള്ള ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ട്. അതായത് രാവിലെ നീക്കുമ്പോൾ ഒരാൾ തലയിൽ തോർത്തുമുണ്ടിട്ട് ഇറങ്ങുന്നുണ്ടായിരിക്കും, ഒരു അച്ഛൻ അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കുന്നുള്ളത് ജാസ്മിന്റെ ഫാദറിനെ പറ്റി തന്നെ പറഞ്ഞു പോകുന്നത്. ജിൻഡോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ പാരന്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്, മോശമാണ്. അതിപ്പോൾ ഞാൻ ആരുടെ ആണെങ്കിലും ജാസ്മിൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഈ സീസണിൽ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തി പറഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിലിയാണ്, വ്യക്തി എന്ന് തന്നെ പറയാം, ജാസ്മിന്റെ ബാപ്പയാണ്. ഞാൻ ഇതെല്ലാം ഓർത്തതേ, ഞാൻ ഇതിവന് ജാസ്മിൻ ഇങ്ങനെ ജിൻഡോനെ ചീത്ത പറയുണ്ടായിരുന്നു. എന്റെ കുടുംബത്തെ തൊട്ട് സംസാരിച്ച് എനിക്ക് ദേഷ്യം വരും, എന്റെ കുടുംബത്തിന്റെ കാര്യം പറയരുത്, എന്റെ വീട്ടുകാരുടെ കാര്യം പറയരുത്. അപ്പോഴൊക്കെ സെയിം ടൈം ഞാൻ ഓട്ടോമാറ്റിക്കലി ആലോചിച്ചതാണ്, എല്ലാവരും ആലോചിച്ചു പോകുന്നത്. കാരണം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവളെന്താ ചെയ്യാ, അവളുടെ അച്ഛനും അമ്മയ്ക്കും, അച്ഛന് പ്രത്യേകിച്ചും കേൾക്കാത്തതില്ല. അവളുടെ അച്ഛന് പറഞ്ഞവരെ ചോദിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതേ നേരുള്ളൂ. കാരണം അത്രയ്ക്കുമാണ് ആ മനുഷ്യന് ട്രോള് കിട്ടുന്നത്. ഒരു ആവശ്യം ഇല്ലാണ്ടാണ് ആ മനുഷ്യന് കിട്ടുന്നത്. ആ മനുഷ്യന് ട്രോൾ കിട്ടാനുള്ള ഫസ്റ്റ് റീസൺ അയാൾ ആ ഇന്റർവ്യൂ കൊടുത്താണ്. ആ ഫസ്റ്റ് മുമ്പിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് സ്വയം എക്സ്പോസ്ഡ് ആയി. പിന്നെ അയാൾ വേറെ വെറുതെ കയറിയിട്ട് മറ്റേ ആ ജിനുവിന്റെ ചാനലിൽ കൊണ്ടുപോയിട്ട് കമന്റ് ഇട്ടു, ജാഫർ ഖാൻ എന്നുള്ള പേരിൽ കമന്റ് ഇട്ടു. അങ്ങനത്തെ പരിപാടിയൊന്നും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ ജാസ്മിൻ അവിടെ കണ്ടസ്റ്റൻസിനോട് പറയണ്ട എന്റെ അച്ഛന് എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അപ്പൊ ഞാൻ സെയിം ടൈം ആലോചിച്ചതാണ്, വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചത് കുറച്ചൊക്കെ ജാസ്മിനാണ്. ഞാൻ അതിന്റെ ഉള്ളിലത്തെ ആൾക്കാരെ കാര്യമില്ല, അതിനുള്ളിലത്തെ കണ്ടസ്റ്റൻസ് ഇതൊന്നും അറിയില്ലല്ലോ. അവർക്ക് ഇപ്പൊ വീട്ടുകാരെ ജിൻഡോക്ക് ആണെങ്കിലും ആർക്കായാലും അവളുടെ വീട്ടുകാരെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കളിയാക്കേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ പുറത്തുള്ളവർ ഇനി പുറത്തിറങ്ങുമ്പോൾ ജാസ്മിന് ഇതേ ഫീലിംഗ്, ഇതൊരു ജെന്യുവൻ ആയിട്ടാണ് ജാസ്മിൻ പറയുന്നത്, എന്റെ വീട്ടുകാരെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ജെന്യുവൻ ആയിട്ടാ പറഞ്ഞാൽ പുറത്തു വന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. കാരണം ജാസ്മിന്റെ അതേപോലെ സൈബർ ബുള്ളിങ് ഉള്ള ഒരു ആ മനുഷ്യനാണ് ഇപ്പൊ ജാസ്മിന്റെ അച്ഛൻ, അല്ലേ? ഞാൻ കമന്റ് ഒക്കെ ഫേസ്ബുക്കിലും ജാസ്മിൻ അവന്റെ ഉള്ളിൽ ആദ്യം ആ കളിച്ചിട്ടുള്ള കളി ഒറ്റ കാര്യം കൊണ്ടാണ് ബ്ലോക്കിന്റെ പേരും പറഞ്ഞിട്ട് വിളിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ വിളി വന്നു, ബ്ലോക്ക് എന്ന് പറഞ്ഞ് വിളിച്ചതിന്റെ പേരിലാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ജാസ്മിൻ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ സൈബർ അറ്റാക്ക് വാങ്ങി കൊടുക്കാനുള്ള പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ജാസ്മിന്റെ കാരണം തന്നെയാ. അപ്പൊ അതൊരു വിഷയം. പിന്നെ രണ്ടാമത്തെ കാര്യമുള്ളത് പിന്നെയും വീണ്ടും ജാസ്മിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. ജാസ്മിനും അപ്സരയും തമ്മിൽ അടി എന്നുള്ളൊരു സംഭവം അല്ലേ വിധു? സത്യത്തിൽ ഈ ന്യൂസ് വന്നത് നാളെ അപ്സരേനെ ജാസ്മിൻ അടിച്ചു എന്നുള്ളൊരു ന്യൂസ് ഇന്ന് പകല് പല യൂട്യൂബേഴ്സും ചെയ്തു കണ്ടു. അതിന് സ്പെഷ്യലായിട്ട് കണ്ടത് അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ആയിട്ടുള്ള അൻസിഫിൻ്റെ കുറച്ച് വീഡിയോസാണ് കണ്ടിട്ടുള്ളത്. അതായത് അൻസിഫ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അത് അൻസിഫിൻ്റെ തംബ്നെയിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്സര ജാസ്മിൻ അതിഭീകര അടി നടന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിക്കൂർ മുന്നിലുള്ള വീഡിയോ, അപ്സരയുടെ ഹസ്ബൻഡ് ഗെയിം ചേഞ്ചർ. ഓക്കെ, അത് കഴിഞ്ഞ് അപ്സരയെ ജാസ്മിൻ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്സരയെ ജാസ്മിൻ അടിച്ചു ക്വസ്റ്റ്യൻ മാർക്ക് പുറത്താക്കി എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ
ഇത് ഇന്ന് സത്യം പറഞ്ഞാൽ ഇത് അടിച്ചോ അടിച്ചില്ലേ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന നേരം അറിയില്ല. കുറെ പേർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ എവിടുന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അവരെന്നെ പറയണത് അറിയില്ല, നാളെ ശരിക്കും അറിയാം. പക്ഷെ ഇത് വെറുതെ അങ്ങോട്ട് പറയാണ്. ഞാൻ ചെറിയൊരു വീഡിയോ നമ്മുടെ പ്ലേ ചെയ്യുന്നു. ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. നാളെ രാവിലെ അപ്സരയും ജാസ്മിനും കൂടി ഒരു ഭയങ്കര അടി നടന്നതായിട്ടാണ് അറിയുന്നത്. എന്തിന്റെ പേരിലാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. നാളെ നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. കാരണം ജാസ്മിനും അപ്സരയും കൂടെ അമ്മാതിരി ഒരു വഴക്കും അടിയും ബഹളമാണെന്നാണ് അറിയാൻ പറ്റിയത്. ഷോക്കിംഗ് ആയിപ്പോയി, അറിഞ്ഞപ്പോൾ ഷോക്കിംഗ് ആയിപ്പോയി. അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, ഇതാണ് ഇവൻ ഇട്ട വീഡിയോ, അൻസിഫ് ഇട്ടിട്ടുള്ള വീഡിയോ. ഇത് കഴിഞ്ഞ് അടുത്ത രണ്ടാമത് വീണ്ടും ഒരു വീഡിയോ വന്നു. അപ്സരയും ജാസ്മിനും ഒരു മിനിറ്റ്, അടുത്തൊരു വീഡിയോ. അപ്സര ജാസ്മിനെ അടിച്ചോ? ജാസ്മിൻ അപ്സരയെ തല്ലിയോ? ഫിസിക്കൽ. ഒരു മിനിറ്റ്. അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി വീടിനകത്ത് വന്നതിന് ശേഷം ആൽബിയുടെ ഫ്രണ്ടിലിട്ട് രണ്ടുപേരുടെ ടാസ്ക് കളിച്ച് ജാസ്മിൻ അപ്സരയെ തല്ലി. അങ്ങനെ ആൽബി കംപ്ലൈന്റ് കൊടുത്തു, ജാസ്മിനെ ഇജക്റ്റ് ആക്കി. എന്തോന്നൊക്കെ ഫേക്കാണ് കാണാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഫിസിക്കൽ അസോൾട്ടും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ജാസ്മിനും അപ്സരയും കൂടി രാവിലത്തെ മോർണിംഗ് ടാസ്ക് ആണെന്ന് തോന്നുന്നു. മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു വഴക്ക് കൂടുന്നു. അതാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു വഴക്ക് കൂടുന്നു, അതും രാവിലെയാണ്. പിന്നീട് കുറച്ചു നേരം മുമ്പ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അപ്സരയുടെ ഹസ്ബൻഡ് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ സമയത്താണ് കയറുന്നത്. ഇന്ന് നമ്മുടെ നന്ദനയുടെ അമ്മയും നമുക്കറിയാം അപ്സരയുടെ ജാസ്മിനും അവിടെ സേഫ് ആയിട്ടുണ്ട്, അപ്സരയും സേഫ് ആയിട്ടുണ്ട്. നോ കംപ്ലൈന്റ്സ് ആർ ദേർ ആൻഡ് ബോത്ത് ഓഫ് ദേർ ആർ സ്റ്റിൽ ഇൻ ദ ഹൗസ്. ഒരു പ്രോബ്ലം ഇല്ല. ഈ ഫേക്ക് ഇങ്ങനെ വളച്ചു വിടുന്ന ദയവ് വിചാരിച്ച് ആരും വിശ്വസിക്കാതിരിക്കുക. ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. അവിടെ ഒരു വണ്ണാം കട്ടേ നടന്നിട്ടില്ല. ടാസ്കിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് രണ്ടുപേരുടെ, അതായത് ഫേക്ക് ഒന്നും നടന്നിട്ടില്ല. ഫേക്ക് പടച്ചു വിടുന്നത് ആരും വിശ്വസിക്കരുതെന്ന്. ഫേക്ക് പടച്ചു വിട്ടത് ഇവൻ തന്നെയാണ്. ഇവന്റെ വീഡിയോയിലാണ് ഇവൻ തന്നെ പറഞ്ഞിട്ട് ഭയങ്കര ഫിസിക്കൽ അസോൾട്ട് നടന്നു പറഞ്ഞിട്ടുള്ള തംബ്നെയിലും കൊടുത്ത് ഈ രീതിയിൽ വർത്താനം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അല്ലേ? ശരിക്കും ഇതിപ്പോ എന്താ നടന്നുള്ള കാര്യം നമുക്കറിയില്ല. നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ഇത് കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ പറയണ്ട, അടിച്ചു, ജാസ്മിനെ പുറത്താക്കി. കുറെ പേര് പറയും ഇല്ല അടിച്ചിട്ടില്ല, നാളെ ചിലര് പറയും സത്യസന്ധമായി പറയും നാളെ അറിയാൻ പറ്റുള്ളൂ. അല്ല, ഇവരൊക്കെ സെൽഫ് പ്രൊക്ലെയിംഡ് വലിയ റിവ്യൂവേഴ്സ് ആണ്. ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടുന്ന രീതിയിലുള്ള സെൽഫ് പ്രൊക്ലെയിംഡ് വലിയ റിവ്യൂവേഴ്സ് ആണ്. പിന്നെ ഇപ്പൊ നാദിറയുടെ കാര്യം എന്താ പറഞ്ഞ? നാദിറ അല്ല, നാദിറയ്ക്ക് ഇൻഫർമേഷൻ കുറച്ചൊക്കെ കറക്റ്റ് ആയിട്ടാണ് കിട്ടണം. അതന്നെ ഏറ്റവും വലിയ മോശം പരിപാടി ആയിട്ടോ ഇത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. നമ്മൾ റിവ്യൂ ശരിയാണ്, ശരി, ഒരു കാര്യങ്ങൾ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് വിവരങ്ങൾ കിട്ടാത്തതുകൊണ്ടല്ല പറയണത്. കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ബിഗ് ബോസ് പോലെ അത്രയും സീക്രട്ടായിട്ട് കാര്യങ്ങൾ നടന്ന് സുതാര്യമായിട്ട് നടന്നു എന്ന് നടക്കുന്നത് പുറത്തേക്ക് പറയുന്ന പരിപാടിയിൽ ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ പക്ഷേ ചിലപ്പോൾ അവരെന്നെ മനഃപൂർവ്വം ഇൻഫർമേഷൻ പുറത്തേക്ക് കൊടുക്കണമെന്നുള്ളത് അറിയില്ലല്ലോ അല്ലേ? അറിയില്ല. ഇതുപോലെ സുതാര്യമായിട്ട് അല്ല, അതിലേക്ക് പരിചയക്കാരുണ്ടാവുമല്ലോ. അപ്പൊ പറയാൻ പാടില്ല. രാജേട്ടനെ കിട്ടാറുണ്ട് കുറച്ചൊക്കെ. അത് പക്ഷേ സാറ്റർഡേ സൺഡേ ഒക്കെ പറയാറുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും പറയാറില്ല. അങ്ങനെ എന്താണെങ്കിലും ആദ്യം കുറെ ആൾക്കാർ അടിച്ചു എന്നുള്ള വിവരം പുറത്തു വിടുന്നുണ്ട്. പിന്നെ അതേ ആൾക്കാരെന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഏറ്റെടുത്തിട്ടുള്ള മറ്റുള്ള ചാനൽസ് ചെയ്ത സമയത്ത് എന്തോ ഒരു ഗോൾഡൻ ഡയറിയോ വേറെ ഏതോ ചാനലിൻ്റെ കാര്യം ഇപ്പം തന്നെ പറയുന്നുണ്ട്. ഇതുപോലുള്ള ന്യൂസ് ഏറ്റെടുത്തിട്ട് അപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ അവൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞൊന്നല്ല, ഇവൻ വന്നിട്ട് പറയുക ഇതുപോലുള്ള ചാനലുകൾ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കരുത്, അത് ഫേക്ക് ന്യൂസാണ്. ഓക്കെ, അപ്പൊ നമ്മളെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇത് 2 കാര്യങ്ങൾ എപ്പിസോഡിൽ പിന്നെ ഈ ഒരു ഇഷ്യൂ രാവിലെ ഉണ്ടായത്, അത് പിന്നെ അവർ വന്നത്. പിന്നെ ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്ക് നല്ല രസമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഗെയിം ചേഞ്ചിങ് നടന്നു അവിടെ. ഗെയിം ചേഞ്ച് ആയി തന്നെ പറയാം. പില്ലോ കാരണം ജിൻഡോ ആയിരുന്നല്ലോ ഫസ്റ്റ് ജഡ്ജ്. ഓരോ ടീമിനും ഓരോ ജഡ്ജ് ഇഷ്ടമുള്ള ബിഗ് ബോസ് പറയായിരുന്നു. അപ്പൊ ജിൻഡോ അത് സത്യം പറയണെങ്കിൽ അവര് നമ്മളെ സിജോയും ആരുടെ അപ്സരയും ഒരു കുറേ പില്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊരുപാട് പക്ഷെ എല്ലാം റിജക്ട് ചെയ്തു. ഒന്നും ശരിയല്ല പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നെ തോന്നി, എനിക്ക് തോന്നിയിട്ട് അവർ 1-2 എടുക്കായിരുന്നു വേണമെങ്കിൽ, കുറച്ച് നേരത്തെ എഫേർട്ട് അല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അതൊരു ഗെയിമാണ്, ജിൻഡോന്റെ ഒരു ഗെയിമാണ്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ജിൻഡോ എന്താണ് റിസൾട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ജിൻഡോന്റെ മാത്രം ഗെയിം, ആ ജിൻഡോ ഒറ്റയടിക്ക് ഗെയിം ചേഞ്ച് ചെയ്തു. അതേപോലെ സായി മര്യാദയ്ക്ക് ജഡ്ജ് ചെയ്തു. എന്താ പറയാ,
ഒരു പില്ലോ, സായി ഒരു പില്ലോ പറഞ്ഞു, ഒരു പില്ലോ പറഞ്ഞു. അഭിഷേകും അതെ, അഭിഷേക് കറക്റ്റ് ആയിട്ട് ജിൻഡോയുടെ ടീമിന് ഒന്നും ചെയ്തില്ല. അതും കാരണം ഫസ്റ്റ് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇവരുടെ ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ ആയത് നന്നായി, ഒരു കുഴപ്പമുണ്ടായില്ല. ജിൻഡോ അങ്ങനെ ചെയ്തോണ്ട് കേട്ടോ. പക്ഷെ ശ്രീതു കൊളാക്കി. ശ്രീതു കൊളാക്കിയില്ലെങ്കിൽ ആ ടീമിൽ നിന്ന് ആ ടീം ഇപ്പൊ എല്ലാരേക്കാളും 2-3 മാർക്കിനറ്റ് കൂടുതലാണ്. എല്ലാരേക്കാളും 3 പോയിന്റിനറ്റ് കൂടുതലാണ് മാർക്ക് എന്നൊക്കെ പറയണം. 3 പോയിന്റ് കൂടുതലായി. അപ്പം എന്താ പറയാ, ശരിക്കും അവരെന്നെ കയറി പോകാൻ ചാൻസ് ഇപ്പോ ജാസ്മിന്റെ ഒക്കെ ടീം, ജാസ്മിൻ, അർജുൻ, അതുപോലെ അഭിഷേക്, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി, ഇവര്. അത് ശ്രീതുവിന്റെ മിസ്റ്റേക്കാ. ശ്രീതുവിന് കുറച്ചൊരു ഗഡ്സ് ഉണ്ടായിരുന്നെങ്കിലോ ഒറ്റ ഇത് കൊടുക്കില്ലായിരുന്നു. കാരണം അത്ര ആരുടെ പില്ലോയും പെർഫെക്റ്റ് അല്ല. ഈ ജാസ്മിനൊക്കെ ഉണ്ടാക്കിയ പില്ലോയിൽ ഫുൾ ഇതൊന്നുമില്ല. അത് ശ്രീതു കൊടുക്കാൻ കാരണം എന്താണെന്നറിയോ കൂട്ടാണ്? അർജുൻ ഉള്ളതുകൊണ്ടല്ല, അർജുൻ അതിന്റെ ഇടയിൽ ഒന്ന് പ്രൊവോക്ക് ചെയ്തു. പിന്നെ ശ്രീതു പറഞ്ഞു ഞാൻ ഈ എഫേർട്ട് എനിക്ക് അറിയാം. അപ്പൊ അർജുൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ എഫേർട്ട് ഒന്നും നോക്കണ്ട, നല്ലതുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട പറഞ്ഞു. ഭയങ്കര സീരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ടിട്ട്. അത് വെക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇത് വരില്ലേ, അയ്യോ തോന്നില്ലേ? അപ്പൊ അർജുൻ ഇല്ലെങ്കിൽ ഇട്ടേച്ച് പോ വേണ്ടാന്നുള്ള രീതിയിൽ ഒരുമാതിരി സംസാരിച്ചു. അർജുൻ പ്രൊവോക്ക് ചെയ്തു. അതിലാണ് ശ്രീതു ഒരെണ്ണം കൊടുത്തത്, ഉറപ്പാണ്. അതുകൊണ്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ ശ്രീതു ഒന്നും കൊടുക്കില്ലായിരുന്നു. അപ്പൊ അത് ശ്രീതുവിന് ശരിക്ക് കുറച്ചും കൂടി ഗെയിം അവര് മറ്റൊരു കളിച്ച പോലെ തന്നെ കളിച്ചിരുന്നെങ്കിൽ ഇതൊരു ഓക്കെ ആവുമായിരുന്നു കേട്ടോ ടാസ്ക്. അതുകൊണ്ട് ഇപ്പൊ ഇവര് നല്ലോണം മുമ്പിലായി. പിന്നെ മറ്റേ കോംബോ പറയുന്നുണ്ടോ ആൾക്കാരൊക്കെ, യൂട്യൂബേഴ്സ് ആരൊക്കെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് കണ്ടു അല്ലേ? ജാസ്മിനും അർജുനും. അത് പക്ഷെ അവരിപ്പോ നല്ല ഫ്രണ്ട്സ്, അവരൊരു ടീമും ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കേണ്ട ആൾക്കാർ, അതായത് ജാസ്മിനും അർജുനും നല്ല ഒരു ടീമാണ്. അവർ നല്ല ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. അർജുനാണെങ്കിൽ ജാസ്മിനോട് ആദ്യം മുതലേ കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ട്. ആ വയ്യാണ്ട് കിടക്കുന്ന സമയത്താണെങ്കിലും, ലൈവ് കാണുന്നവർക്ക് അത് അറിയുള്ളൂ കേട്ടോ. വയ്യായ കിടക്കുന്ന സമയത്താണെങ്കിലും ഗബ്രി ജാസ്മിന് പ്രോബ്ലം ഉള്ളപ്പോഴും ഭയങ്കര കരച്ചിലും സംഭവമൊക്കെ ഉണ്ടായില്ലേ, അപ്പോഴാണെങ്കിലും ഒക്കെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് ശ്രീതു ഇപ്പൊ അമ്മ പോയതിനു ശേഷം ഒറ്റയടിക്ക് മാറിയിട്ടോ, അർജുനോട് സംസാരിക്കുന്നില്ല. പക്ഷെ ശ്രീതുവിന് അത് അർജുനോട് നേരിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യായിരുന്നു. ഇത് ശ്രീതു മിണ്ടില്ല. അപ്പൊ അർജുന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. ഇവളെന്തിനാ അവോയ്ഡ് ചെയ്യണമെന്ന് മനസ്സിലാവാത്തൊരു അർജുന്റെ ശ്രീതുവിന്റെ ഇടയിൽ കടന്ന്. എനിക്ക് റസ്മിൻ ഔട്ട് ആവിയാൽ മതിയായിരുന്നു അടുത്ത ആഴ്ച തോന്നുന്നു. ഞാൻ അങ്ങനെ പറയല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. എന്തിനാ ഈ കോമ്പോന്റെ പുറകെ നടക്കുന്നത്? റസ്മിന് സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. കുറെ കാലം ഗബ്രിന്റെ ജാസ്മിന്റെ ഇടയിൽ നടന്നു, എന്നിട്ട് ഇവർ രണ്ടാളും കൊളായി പിരിഞ്ഞു. ഇപ്പൊ ഇതാ ഇവരോട് ചോദിക്കേണ്ടത്, ശ്രീതുവിനോട് ചോദിക്കുക, രാത്രി കിടക്കുമ്പോ ചോദിക്കുക, നമ്മളെ മൂന്നാളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുവോ? ഈ കോമ്പോന്റെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ ഇഷ്ടമുള്ളൂ? അറിയില്ല, അങ്ങനെ തോന്നുന്നു ശരിക്കും. പിന്നെ എന്താ, പിന്നെ 2 പാരന്റ്സ് വന്നു. ഇനിയിപ്പോ നാളത്തെ കാര്യം, സായിയുടെ വൈഫ് വരുന്നുണ്ട്, അച്ഛൻ വന്നു പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. വെറുതെ സായിയുടെ വൈഫ് മാത്രമാവും അറിയില്ല, നമുക്കറിയില്ല. സായിയുടെ അച്ഛൻ കയറി എന്നും പറഞ്ഞിട്ട് ട്വിസ്റ്റ്. സായി ഭയന്നത് പോലെ അച്ഛൻ പിന്നെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു കേട്ടോ. അറിയില്ല അപ്ഡേറ്റ് ഉള്ളത്. സായി വരുമ്പോ കാണാം. സായിയുടെ സ്നേഹം എന്തായാലും കയറിണ്ടാവും. സ്നേഹ കയറിയിട്ട് സ്നേഹയുടെ പ്രതികരണം എന്താന്നുള്ളത് അറിയില്ല. സ്നേഹ സായിക്ക് പണി കൊടുക്കും അറിയില്ല. കാരണം സായി അത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം അതിന്റെ ഹൗസിനുള്ളിൽ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വീഡിയോയിൽ വന്നിട്ട് അത്രയും ചളമാക്കി പറഞ്ഞൊരു വ്യക്തിയാണ്. ചളമാക്കല്ല, ഒരു സായിനെ കംപ്ലീറ്റ് ആക്കിയ ഒരാളാണ്. ഞാൻ അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് നീ സായിനാക്കോ. പക്ഷെ സ്നേഹയ്ക്ക് ബിഗ് ബോസ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും ആദ്യം തന്നെ. അവിടെ എന്തായാലും പറയരുത് എന്നുണ്ടാവും. കാരണം സായി ഓൾറെഡി ഊരവേദന അത് ഇത് പറഞ്ഞിട്ട് മുങ്ങാനുള്ള പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ചെന്നിട്ട് വേറെ മോശം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സായി ഒറ്റടി എന്തെങ്കിലും പറഞ്ഞു പോരും. സ്നേഹം അങ്ങനെ ചെയ്യണ്ടാവില്ലായിരിക്കും, ഒന്നും പറയണ്ടാവില്ലായിരിക്കും. പിന്നെ അപ്സരയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട് പറഞ്ഞു. അമ്മയും ഹസ്ബൻഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതിലിട്ടെന്ന് എനിക്കറിയില്ല. അമ്മയും ഹസ്ബൻഡും കൂടി പോവാണെന്നുള്ളതൊക്കെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഒരു ഇതൊക്കെ ഇട്ടിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ വേറെ നാളെ രാവിലെ ലൈവ് കണ്ടാ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. കുറെ നാളത്തെ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇത്ര തന്നെയാണല്ലോ വീഡിയോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.